ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അലീൻസ് ഡയറി. രൂപം കണ്ടിട്ട് ആരും പേടിക്കേണ്ട. രൂപത്തെക്കാൾ പ്രാധാന്യം തണവിന് ചെറുക്കലാണല്ലോ അല്ലേ. ഇതിപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ലോട്ടോ. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിണ്ടാവും. കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ പോയതിൻ്റെ വീഡിയോ ആണ്. വരാൻ പോകുന്ന കൊടും തണുവിനെ ആലോചിച്ചിട്ട് ഓട്ടം സീസൺ ആയപ്പോൾ തന്നെ പെട്ടിയെടുത്ത് ഓടുന്നത് അത്. എൻ്റെ വീഡിയോ എടുപ്പിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന 2 തണുവത്ത് ഇങ്ങനെ പുകി ഊതി കളിക്കാൻ നല്ല രസമല്ലേ. പിന്നെ ഞങ്ങളിലൊക്കെ കുട്ടിത്തത്തെ വരെ മാറാത്ത കാരണം കൊണ്ട് മത്സരിച്ച് ഊതി കളിച്ചു. ഇതാണ് നമ്മുടെ കൃഷ്ണരാഗ്. നാട്ടിലേക്ക് പോകാൻ പെട്ടിയും പ്രമാണവും എല്ലാം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എയർപോർട്ടിലേക്കുള്ള യാത്ര ബസ്സിലായിരുന്നു. പിന്നെ ലേറ്റായി എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഒഴിവാക്കാനായിട്ട് മേക്കപ്പ് കംപ്ലീറ്റ്ലി ബസ്സിനകത്ത് വെച്ചിട്ടായിരുന്നു. ഇവിടെയൊക്കെ എയർപോർട്ട് യാത്ര പോലും ട്രെയിനിലും ബസ്സിലൊക്കെയാണ് കേട്ടോ എല്ലാവരും ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ കൃഷ്ണരാഗിന്റെ സ്വന്തം രാഗേന്ദ് വർക്ക്. എന്ത് തോന്നുന്നു ബോക്സ് പാർക്കിന്റെ അടുത്തെത്തിയപ്പോ? നല്ല രസമുണ്ട് കാണാനായിട്ട്. രാഗേന്ദ് ഇതൊക്കെ കേൾക്കും. ചെക്കന്മാരൊക്കെ കണക്കാ. തക്കം കിട്ടിയ കുട്ടി പറയത്തു. എൻ്റെ മേക്കപ്പ് ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറി ഉറക്കം വരെ ആയുസുള്ളൂ. ആലങ്കാരിക തന്നാലും കുറക്കാൻ പാടില്ലല്ലോ. ഹലോ ഗൈസ്, എക്സൈറ്റഡ് ആണോ? മീൻവേൽ ചെറുങ്ങനൊന്ന് കെട്ടാനും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് ഒന്നും വരാഞ്ഞെന്ന്. ഞങ്ങൾ ബസ് ഇറങ്ങി 2 സ്റ്റോപ്പ് ട്രെയിനിൽ പോകാനുള്ള പരിപാടി. അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഹീത്രോന്റെ ഒരു അറ്റം കണ്ടു തുടങ്ങി കേട്ടോ. ഇതേ സെയിം സ്ഥലത്താണ് കേട്ടോ വെരി റീസെൻ്റ്ലി നടന്ന ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഹെറ്റ് ആൻഡ് ക്രോസ് ട്യൂബ് സ്റ്റേഷൻ എത്തി. രാഘു വെരി റീസെൻ്റ്ലി നാട്ടിൽ പോയിണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ പോകാനുള്ള വഴിയൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് രാഘു ഗൈഡ് ചെയ്ത് തന്നു കേട്ടോ. പോസ്റ്റഡിയുടെ എല്ലാ ഫ്രസ്ട്രേഷനും ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടോ. കാര്യം ഞാൻ വന്നിറങ്ങിയത് ഹീത്രോയിലാണെങ്കിലും ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഹീത്രോ എന്നൊരു യാത്ര. നമ്മുടെ പെട്ടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ലഗേജസിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ എപ്പോഴും നല്ലതാണ്. ട്രെയിനിനേക്കാൾ വേഗതയിലുള്ള രാഘുവിൻ്റെ തള്ള് പാവക്ക അൽ ബിലിയാഡ്. എയർപോർട്ടിലെത്തി ടിക്കറ്റ് നോക്കിയപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായി. രാവിലെ 8 മണിക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും PM ആയിരുന്നു. അപ്പോഴേലും കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ CF ചെയ്യാൻ വേണ്ടി അടുത്തൊരാളും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ റൂംമേറ്റ് കം കൊലീഗ്. ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം കണക്റ്റഡ് ആയ 2 ബന്ധുക്കളാണ് ഇവർ. 1 മണിക്കൂർ മുന്നേ തന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറേണ്ടിയിരുന്ന ഫ്ലൈറ്റിനെക്കാട്ടിയും മുന്നത്തെ ഫ്ലൈറ്റിൽ സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ അപ്രോച്ച് ചെയ്തു. പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു ബിസിനസ് ക്ലാസ് പ്രതീക്ഷിച്ചു. തന്നില്ലടോ. പിന്നെ കുറച്ചുകൂടെ കംഫർട്ടബിൾ സീറ്റ് അവർ ഓഫർ ചെയ്തു. അബുദാബി കണക്ഷനുള്ള കാരണം കൊണ്ട് നാട്ടിലെത്തുന്ന സമയത്തിന് വേറെ മാറ്റമൊന്നും. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു ഗുഡ് ഓപ്ഷനായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ പോവാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്കെന്താ പറയാനുള്ളത്? മിസ്സിസ് ആൻഡ് മിസ്സിസ് എന്നാ പറഞ്ഞു. അതും കേട്ട് ടാറ്റ കൊടുക്കുന്നില്ല ഞാൻ. എന്തായാലും എൻ്റെ ഒച്ച എന്താവോ അങ്ങനെ. ജലദോഷം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത്ര വിയേർഡാണോ? ഞാൻ UK വന്നിട്ട് 2 പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും എയർ ഇന്ത്യ വിട്ടൊരു കളി ഉണ്ടായിരുന്നില്ല. ഓൾസോ ആദ്യമായിട്ടായിരുന്നു എത്തിഹാദും എക്സ്പീരിയൻസ് ചെയ്തത്. ഈവൻ എക്കോണമി ക്ലാസ് ആണെങ്കിലും കൂടെ ഒരു ചെറിയൊരു ഹാമ്പർ കം ബാഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ വെൽക്കം ചെയ്യുന്നത്. ഒരു ക്യൂട്ട് താങ്കിങ് നോട്ട്, ഒരു സ്പോഞ്ച്, പിന്നെ ഐ മാസ്ക്, ഹാൻഡ് ക്രീം, ഹെഡ്ഫോണൊക്കെ ലിറ്ററലി കവർ ചെയ്ത്, പില്ലോ, ബ്ലാങ്കറ്റ്, അതൊക്കെ യൂഷ്വലി ലോങ് ഫ്ലൈറ്റ്സിൽ ഉണ്ടാവും. ബട്ട് ദ വേ ദേ മെയിൻറ്റൈൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തൊക്കെയോ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. മാസങ്ങൾ വരെ മുന്നേ ആയതുകൊണ്ട് എന്താണെന്നാരും ഇപ്പം ചോദിക്കരുത്. അത് തന്നെ എത്തിഹാദ് ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്ന എല്ലാ ഫ്ലൈറ്റ്സിനകത്തും വീഡിയോ പ്രസൻറ്റേഷനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് പ്രസൻറ്റേഷനിൽ അവർ ഫ്ലൈറ്റിനകത്തായിട്ടല്ല വീഡിയോ എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഹോം ഫീലാണ് അവർ തരാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാവും അവർ പ്രൊവൈഡ് ചെയ്യുന്ന തിങ്സിലും ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൈറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും വിൻഡോ സീറ്റ് വിട്ടുകൊടുക്കാൻ കുറച്ച് കഷ്ടപ്പാടല്ലേ. എത്ര തവണ കണ്ടാലും ഈ ഒരു കാഴ്ച മൈൻഡ് ആൻഡ് ഐസ് ബ്ലോയിങ് തന്നെയല്ലേ. എത്ര അടിപൊളിയായിട്ടാണ് പഠിച്ചവനും ഓരോന്നും പഠിച്ചു വെച്ചിരിക്കണേ. ജേർണലിസ്റ്റൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു, ഇടയിൽ സിനിമ കാണലും ഉണ്ടായിരുന്നു, ഉറക്കം ഉണ്ടായിരുന്നു, എല്ലാം നടക്കുന്നുണ്ടായി. അങ്ങനെ UAE എത്തി. ഞാൻ ആകെ 2 പ്രാവശ്യം UAE വിസിറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും UAE എനിക്കെന്തോ ഒരു ഹോംലി ഫീലാണ്. മേ ബി അത് വാപ്പിച്ച ഒരു പ്രവാസിയായ കൊണ്ടും 31 വർഷം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ആയിരിക്കാം. എൻ്റെ ലൈഫിൽ ഞാൻ പണ്ടൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, പഠിച്ചവനെ എനിക്ക് ഗൾഫിൽ പോകാനുള്ള ടിക്കറ്റ് വരണേന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ സ്റ്റഡീസ് എനിക്ക് UAE ഒരു സേഫസ്റ്റ് ഓപ്ഷനായിരുന്നു. പക്ഷെ ഇന്നത്തെ ഡിസിഷനും എൻ്റെ തീരുമാനമാണ്. അല്ലെങ്കിലും വരാനുള്ളതൊന്നും തങ്ങില്ലല്ലോ. ബസ്സിലിരുന്ന് മേക്കപ്പ് ഇട്ട എല്ലാ ലുക്കും പോയി.
എൻ്റെ കസിൻസും റിലേറ്റീവ്സും എല്ലാവരും തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഒന്ന് കാണാൻ പോലും പറ്റാണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ കല്യാണത്തിന് എത്താൻ വേണ്ടി എല്ലാവരും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറ്റിയവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അബുദാബിയുടെ അടുത്ത് തൽക്കാലത്തേക്ക് ടാറ്റ പറഞ്ഞു. എങ്ങനെയെങ്കിലും നടത്തണം എന്നുള്ളൊരു മൈൻഡ് അപ്പം തന്നെ ആയി തുടങ്ങി. അങ്ങനെ ഇതാ കൊച്ചി എത്തി. കൊച്ചി നമ്മുടെ നാടെത്തി ടയർ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അത് വേറെ തന്നെയല്ലേ. അത് നമ്മളെ വിളിക്കാൻ വേണ്ടി ആളെത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും കുഞ്ഞുനാൾ തൊട്ട് അറിയുന്ന ഒരാളാണ്. മോറോവർ ദാറ്റ് എനിക്ക് പിറക്കാതെ പോയൊരാണ്. വഴിയ വീഡിയോകളിലൊക്കെ അവൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം നമുക്ക് പരിചയപ്പെടാം. ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലായിരുന്നു. അടിപൊളി ദിവസമായിരുന്നു പോയത്. ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫേഴ്സും തിരക്കും അടിപൊളി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 2 ഫ്രണ്ട്സിനെ അവിടെ നിന്ന് തന്നെ മീറ്റ് ചെയ്തു. ഇനി എല്ലാ വീഡിയോസും പിറകെ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.